ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരൻ കൽപേഷിന്റെ മൊഴി വിശദമായി പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഒരുങ്ങുന്നു. നിർദ്ദേശപ്രകാരം സ്വർണം ബെല്ലാരിയിൽ കൊണ്ടുപോയി നൽകുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് കൽപേഷ് മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനാണ് ED ഇപ്പോൾ ശ്രമിക്കുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ED അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ നടൻ ജയറാമിനെയും ഒപ്പം ഇടനിലക്കാരനായി സ്വർണ്ണക്കൊള്ളയിൽ പ്രവർത്തിച്ച കൽപേഷിനെയും കൊച്ചിയിലെ ED ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ജയറാം പറഞ്ഞത് പോറ്റിയെ തള്ളിക്കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ശബരിമലയിൽ വെച്ച പരിചയമുണ്ട്, അതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പൂജയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൽപേഷിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് തനിക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ SIT ഇതിനു മുൻപ് തന്നെ കൽപേഷിനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണം ബെല്ലാരിയിലേക്ക് എത്തിച്ചത് ഈ കൽപേഷ് മുഖാന്തരമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഏകദേശം ഒരു 474 ഗ്രാം സ്വർണം അത് ബെല്ലാരിയിലെ ഗോവർദ്ധന് നൽകാൻ വേണ്ടി കൊടുത്തയച്ചു. ഒരു ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് കൽപേഷ്. അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കൈവശം കൊടുത്തയക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ കൽപേഷിന് എത്രത്തോളം ഒരു പങ്കുണ്ട്, ഏത് രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൽപേഷിനുള്ളത് എന്നുള്ള കാര്യങ്ങളായിരുന്നു ED പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഇതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പറഞ്ഞ പ്രകാരം മാത്രം ഉള്ളതെന്നുള്ളതാണ്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് പൂജ നടത്തിയതിൽ ഉൾപ്പെടെ എത്രത്തോളം ഒരു സാമ്പത്തിക ക്രമക്കേട്, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിൽ കൽപേഷ് റോൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധനയിലാണ്. ഒപ്പം തന്നെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ കൂടി ഒരുങ്ങുകയാണ് ED. ഇനിയിപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, ഈ സ്മാർട്ട് ക്രിയേഷനിലെ ചില ജീവനക്കാർ, ഇവർക്കൊക്കെ തന്നെ ED സമൻസ് അയച്ചിട്ടുണ്ട്. ഇവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് ED ഒരുങ്ങുകയും ചെയ്യുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.